ഹേ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ്. ഇപ്പോൾ സമയം രാത്രി ഒരു 11:45 ആയിട്ടുണ്ടാവും. ആൻഡ് വി ആർ അറ്റ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളുടെ ട്രെയിൻ ഒരു 12:30 ഒക്കെ ആകാറാകുമ്പോഴത്തേനെത്തും. സോ ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു പഴനി. നമ്മുടെ ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനുള്ള സമയം കിട്ടി. സോ നമ്മൾ ഒട്ടും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു 7 മണിയൊക്കെ ആകാറായപ്പോഴത്തേന് പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അമ്പലത്തിന് അവിടേക്ക് പോകണമെങ്കിൽ ബസ് ഉണ്ട്, പിന്നെ ഓട്ടോയും കുതിരവണ്ടിയൊക്കെ ഉണ്ട്. കുതിരവണ്ടിയിൽ പോകണമെന്നായിരുന്നു എനിക്ക്, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോയിലാണ് പോയത്. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അവിടെ അടുത്തൊരു ശരവണഭവൻ ഹോട്ടലുണ്ടായിരുന്നു. സോ ഞാൻ അവിടുന്ന് പൂരി മസാലയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. സോ ഫുഡ് കഴിച്ചിട്ട് അടുത്ത നമ്മുടെ പ്ലാൻ നേരെ റൂമിൽ ചെല്ലുക, കുളിച്ച് ഫ്രഷ് ആവുക, അമ്പലത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ എത്തിയപ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അവിടുന്ന് ഫ്രഷപ്പായി എല്ലാം സെറ്റായി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 9 മണി 9:30 ആയി. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ. എനിക്ക് തോന്നുന്നു നേരത്തെ അമ്പലത്തിലേക്ക് ഫോണൊക്കെ അലൗഡ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമ്മൾ ഫോണും നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ. സോ ഞങ്ങളതെല്ലാം അവിടെ വെച്ചിട്ടാണ് കയറിയത്. പിന്നെ മുകളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു സാറ്റർഡേ ആണ് പോയത്. സോ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തിരക്കുണ്ടെങ്കിലും പക്ഷെ ക്യൂ ഒക്കെ പെട്ടെന്ന് മൂവ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ അധികം ടയേർഡ് ആവത്തില്ല, അങ്ങനെ ഒരു രീതിയായിരുന്നു. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടി. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്. ഞാൻ നേരത്തെ പഴനി അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് ഭഗവാന്റെ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു രൂപത്തിലാണ് എനിക്ക് ദർശനം കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്. ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു രൂപത്തിൽ കാണാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ തന്നെ ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി. ഞങ്ങൾക്ക് 2 തവണ കയറി തൊഴാൻ ഉള്ള ഭാഗ്യം കിട്ടി. സോ വി ആർ സോ ഹാപ്പി. പിന്നെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു, അവിടുന്ന് ഫുഡ് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കാണാം. കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ കരിക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. പിന്നെ കുറേ കടകൾ, വളാമാല, ടോയ്സ്, അങ്ങനെയുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പേരയ്ക്ക, മാങ്ങ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഞങ്ങൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോയി. അവിടെ ഉണ്ടല്ലോ കുറേ ഇരിക്കാനുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. നമുക്ക് വെറുതെ ആണെങ്കിലും വന്ന് ഇരിക്കാം, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെറുതെ അവിടെ വന്ന് ഇരുന്നാൽ തന്നെ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. സോ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന്. സോ അവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ മീൽസാണ് കഴിച്ചത്, പുള്ളിക്കാരൻ കേർഡ് റൈസ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ബാക്കി ചോറും കറിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി. ഇനി ഞങ്ങൾക്ക് പോകാനുള്ള റിട്ടേൺ ട്രെയിൻ 6:30-ക്കാണ്. സോ നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്തു. തിരിച്ച് ഞങ്ങൾ പോകുന്നത് കുതിരവണ്ടിയിലാണ്. സോ എനിക്കുണ്ടല്ലോ നമ്മുടെ ആ തേന്മാവിൻകൊമ്പത്ത് സിനിമ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് ഈ കുതിരവണ്ടിയിൽ കയറണമെന്ന് വലിയ ആഗ്രഹം. എനിക്കൊന്ന് അതിൻ്റെ അകത്ത് കാളവണ്ടിയാണെന്ന് തോന്നുന്നു, ഇത് കുതിരവണ്ടി. സോ ഇതിൽ പണ്ടത്തെ ഒരു ട്രഡീഷണൽ മോഡലാണല്ലോ. സോ എനിക്കതിൽ കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സോ ഞങ്ങൾ റിട്ടേൺ പോയത് കുതിരവണ്ടിയിലാണ്. നല്ല രസമായിരുന്നു അതിൽ പോകാൻ. പിന്നെ ഞാൻ വിചാരിച്ചു പാവം അതിനെയും കൊണ്ട് നമ്മൾ ഈ വെയിറ്റല്ലേ അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമില്ലേ അതിലൊന്ന് കയറണമെന്ന്, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയതാണ്. സോ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ that's all about our Payani trip. So hope you guys enjoyed it. So thanks for watching.